ഏപ്രിൽ 13 ഈസ്റ്ററിൻ്റെ 2-ാം ആഴ്ചയിലെ ശനിയാഴ്ച. യോഹന്നാൻ 6:16 മുതൽ 21 വാക്യങ്ങൾ. ഒരു രാത്രി ഒരു കൊച്ചുകുട്ടി ഭയന്നു. ഒരു വലിയ കൊടുങ്കാറ്റ് വരുമെന്ന് അവൻ സ്വപ്നം കണ്ടു. അവൻ ഒരു ബോട്ടിൽ ഇരിക്കുകയായിരുന്നു. കാറ്റ് ആഞ്ഞു വീശുന്നു. ഭയം അവനെ കീഴടക്കുന്നു. നല്ല ഉറക്കത്തിലായിരുന്ന അവൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് അവൻ ഓടിപ്പോയി. അവനെ ഉണർത്തി അവൻ്റെ ഭയപ്പെടുത്തുന്ന സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൻ ആ കുട്ടിയെ കട്ടിലിൽ തന്നോടൊപ്പം ഇരുത്തി അവനെ ചുറ്റിപ്പിടിച്ച് പറഞ്ഞു, നോക്കൂ, എല്ലാവരും ചിലപ്പോൾ ഭയപ്പെടുന്നു. അവരുടെ സ്വപ്നങ്ങളിൽ മാത്രമല്ല, അല്ലാതെയും. ചിലപ്പോൾ എനിക്കും പേടിയാണ്. കുട്ടി തൻ്റെ പിതാവിനോട് ചോദിച്ചു, ഭയപ്പെടുമ്പോൾ അപ്പൻ എന്ത് ചെയ്യും? അപ്പം പറഞ്ഞു, ഞാൻ പോയി ഒരു സുഹൃത്തിനോട് അതേക്കുറിച്ച് സംസാരിക്കും, എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരാളോട്. എനിക്ക് ഭയമാണെന്ന് പറഞ്ഞ് അവൻ എന്നെ കളിയാക്കില്ല, കാരണം അവൻ എന്നെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഭയം മാറുമോ? കുട്ടി അപ്പനോട് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല, ശരിക്കും മാറില്ല. അതെപ്പോഴും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ചുറ്റുമുണ്ടായിരിക്കും. എന്നാൽ ഒരാൾക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ അയാൾ ഭാഗ്യവാനാണ്. അവനോട് എല്ലാം തുറന്നു പറയാം. നോക്കൂ, എനിക്ക് പേടിയാണ്, എനിക്ക് നിൻ്റെ സഹായം ആവശ്യമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗം വളരെ പരിചിതമായ ഒന്നാണ്. കടലിലെ കൊടുങ്കാറ്റ്. യേശുവിൻ്റെ ശിഷ്യന്മാർ കഫർനാമിലേക്ക് കടക്കാൻ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്നു. നേരം സന്ധ്യയായി. അധികം കഴിയുന്നതിന് മുമ്പ് ഇരുട്ടും. അവർ തുഴയാൻ തുടങ്ങിയപ്പോൾ ആകാശം കൂടുതൽ മേഘാവൃതവും ഭീഷണിയുള്ളതുമായി വളർന്നു. കാറ്റ് ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. കുറേ ദൂരം തുഴഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു രൂപം തങ്ങളെ സമീപിക്കുന്ന അവർ കണ്ടു. അതാരായിരിക്കും? അവർ കണ്ടത് അവർക്ക് വിശ്വസിക്കാനായില്ല. ആ രൂപം വെള്ളത്തിന് മുകളിലൂടെ നടക്കുകയായിരുന്നു. അത് അസാധ്യമാണ്. ഒരു പ്രേതമോ ഭൂതമോ? അവർ വളരെ ഭയപ്പെട്ടു. വഞ്ചിയുടെ അടുത്തെത്തിയപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. യേശുവിൻ്റെ വാക്കുകൾ ശിഷ്യന്മാരുടെ ഭയം നീക്കിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ അനിശ്ചിതത്വത്തിലായി. എന്നിരുന്നാലും അത് യഥാർത്ഥത്തിൽ യേശു ആണെങ്കിൽ അവൻ തങ്ങളുടെ ബോട്ടിൽ വരണമെന്ന് അവർ തീർച്ചയായും ആഗ്രഹിച്ചു. ഉടനെ അവർ കരയിലെത്തി. ഭയപ്പെടേണ്ട എന്ന് ഇന്ന് യേശു നിങ്ങളോടും എന്നോടും പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ആകുലപ്പെടുന്നത്? എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? നമ്മെ ഭയപ്പെടുത്തുന്ന വൈവിധ്യമാർന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ യേശു നമ്മോട് ഓരോരുത്തരോടും പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ ബോട്ടിൽ വരട്ടെ. നിങ്ങളുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും കൊടുങ്കാറ്റ് ഞാൻ ശാന്തമാക്കും. എന്നെ വിശ്വസിക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. ഞാൻ എന്നും നിങ്ങളോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ബോട്ടിലേക്ക് നാം യേശുവിനെ ക്ഷണിക്കുമോ? അത് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.